സജു ദേവസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. തേവര HSC ഗ്രൗണ്ടിൽ നിന്നും പന്തീരങ്കാവ് ഫുട്ബോൾ ക്യാമ്പ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് ദീപക് മലയമി നമുക്കൊപ്പം ചേരുന്നുണ്ട്. കേരളം ഒന്നാകെ ആ ആവേശം ഏറ്റെടുത്തിരിക്കുകയാണ്. സജു, വെരി ഗുഡ് മോർണിംഗ്. വാമോസ് അർജന്റീന. അങ്ങനെ മെസ്സി വരികയാണ്. നമ്മുടെ പിള്ളേരൊക്കെ ഉഷാറല്ലേ? സജു ദേവസിയ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. വാമോസ് അർജന്റീന. ഞാൻ നിൽക്കുന്നത് SH കോളേജ് ഗ്രൗണ്ടിലാണ്. ഈ പുൽമൈതാനത്ത് കാണുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഫുട്ബോളിന്റെ ഭാവി എന്നത്. ധാരാളം താരങ്ങൾ ഇവിടെയുണ്ട്. വലിയ ആവേശമുണ്ട്. കാരണം നേരത്തെയൊക്കെ നമ്മൾ സുഹൃത്തുക്കളോട് പറയുമ്പോഴാണ് മെസ്സി വരും, മറ്റേ സിനിമയ്ക്കകത്ത് സുരാജ് പറഞ്ഞ പോലെ പോടാ എന്നായിരുന്നു. പക്ഷെ അങ്ങനെ എല്ലാ കാര്യങ്ങളും മാറി. വലിയ നമുക്ക് എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വരാമോ? നമുക്ക് ഇവരോട് അങ്ങനെയായിരുന്നു മറുപടി കിട്ടിയിരുന്നത്. അത് മാറി, മെസ്സി വരൂട്ടാ എന്ന് പറയാൻ പറ്റുന്ന, തൃശ്ശൂർ സ്ലാങ്ങിൽ പറയാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായി. വലിയ സന്തോഷം. നമ്മളോടൊപ്പം നമ്മുടെ ഇവിടെ കോച്ച്, അവിടെയുള്ള താരങ്ങളൊക്കെ എല്ലാവരും ചേരാണ്. ഒരു ഒറ്റ വെൽക്കം നമുക്ക് കൊടുത്താലോ? അതായത് വരികയാണ് അർജന്റീന ടീം. പറയാനുണ്ടോ വേറെ എന്തെങ്കിലും? ഒരു വെൽക്കം പറയാമോ? അതാണ് നമുക്ക്. മാഷേ, എന്തുണ്ട്, എന്ത് പറയുന്നു? നമ്മൾ ആദ്യം ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ നമ്മൾ അന്ന് സ്വാഗതം ചെയ്തതാണ്. നമ്മുടെ ടീം അന്ന് ഞങ്ങൾ ഭയങ്കര ആവേശത്തിൽ സ്വാഗതം ചെയ്തത്. അപ്പോൾ അതിനുശേഷം അത് വരുന്നില്ല എന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് അല്പം നിരാശ വന്നിരുന്നു. പക്ഷെ വീണ്ടും ഈ വാർത്ത വന്നപ്പോൾ വി ആർ ഹാപ്പി. വരും ഇവിടെ. ഓക്കേ, യു ആർ ഹാപ്പി. എന്ത് പറയും? ഇപ്പൊ സാറ് പറഞ്ഞുള്ള ഭയങ്കര ആശങ്കയുണ്ടായിരുന്നു. പിന്നെ ഒരു സമാധാനം ഉള്ളത്, പിന്നെ ക്രിസ്ത്യാനോ വരുമെന്നുള്ള വാർത്ത വന്നു. പക്ഷെ അത് കേരളത്തിലല്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ മെസ്സി വരുമെന്ന് പിന്നീട് ഒരു വാർത്ത വന്നപ്പോൾ നമ്മളിതൊക്കെ ഒരു അപ്ഡേഷൻ ആയിരുന്നു. വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെയാണ് മെസ്സി വരുമെന്ന് ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ ഇവിടെ വന്നപ്പോഴാണ് മെസ്സി വരുമെന്ന് തന്നെ ഒരു കൺഫർമേഷൻ ആയത്. അർജന്റീനയുടെ അവരുടെ ഒഫീഷ്യൽ പേജിൽ ഇട്ടപ്പോൾ പിന്നെ ഒന്നും നോക്കാനില്ല. ഇരിക്കണ്ട, മെസ്സി അവതരിക്കാൻ ഞങ്ങളെല്ലാം ആവേശത്തോടെ കാത്തിരിക്കണം. ഇനി തിരുവനന്തപുരത്തേക്ക് പോകണമെന്നുള്ള ആവേശത്തിൽ നിൽക്കണം. ഞങ്ങളൊരു വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് പോകണമെന്നുള്ളത്. നമുക്ക് ഇവിടെ കുട്ടി താരങ്ങൾ ഒരുപാട് പേരുണ്ട്. ഒരു തവണ കൂടി ഒരു എനർജി, നിങ്ങൾ താരങ്ങളല്ലേ. വെൽക്കം മെസ്സി, വെൽക്കം അർജന്റീന ടീം എന്ന് പറയാമോ? മെസ്സി ആരാധകനാണോ? ആള് വേറെ താരമാണോ? എന്നാലും കളിച്ച് മടുത്തേക്കാണല്ലേ. സജോ, ഞാൻ മടങ്ങി വരാം. നമുക്കൊന്ന് ദീപക്കിലേക്ക് കൂടി ഒന്ന് പോകണം. ദീപക് ഇപ്പോഴുള്ളത് പന്തീരങ്കാവിൽ ഫുട്ബോൾ ക്യാമ്പ് നടക്കുന്ന സ്ഥലത്ത് നിന്നാണ്. ദീപക്, മെസ്സി വരുമ്പോൾ ഫുട്ബോളിന്റെ തലസ്ഥാനവും ആവേശത്തിലാകും അല്ലേ ദീപക്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. സംശയമില്ല, ആവേശപൂരത്തിന് കൊടിയേറി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് പന്തീരങ്കാവിലെ ഫുട്ബോൾ ക്യാമ്പിലാണ്. എനിക്കൊപ്പം കോച്ച് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ചേരുന്നുണ്ട്. എന്താണ് അവർക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത് എന്നുകൂടി നമുക്ക് ചോദിക്കാം. ഇവിടെ നമുക്ക് കാണാം, ഒരു ട്രെയിനിങ്ങിലേക്ക് അവർ കടക്കുകയാണ്. ആ ട്രെയിനിങ്ങിലേക്ക് കടക്കുമ്പോൾ ഇനിയിപ്പോൾ മെസ്സി എത്തുന്നു എന്നുള്ള കാര്യം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരണം വന്ന ഈ ഒരു ഘട്ടത്തിൽ മെസ്സി എത്താൻ പോവാണ്. കുറിച്ച് നമുക്ക് നല്ല ആകാംക്ഷയാണ്. നമ്മളെല്ലാവരും ഞാനൊരു അർജന്റീന ആരാധകനാണ്. തിരുവനന്തപുരത്തെ പോകാൻ റെഡിയാണോ? തിരുവനന്തപുരത്തേക്ക് റെഡിയാണോ വെച്ചാൽ ഫിനാൻഷ്യലി ഇതാണെന്നുണ്ടെങ്കിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പോകും. പോകണം, നല്ല ആഗ്രഹമുണ്ട്. മെസ്സിനെ കാണണമെന്നാണ്. ഇയാൾ മെസ്സിന്റെ ആരാധകനല്ല തോന്നുന്നു. ആണോ? പിന്നെന്താ പറയാ ഒരു പടി. കോച്ച് കൂടി ചേർന്നുണ്ട് വിനിഷേട്ടാ. ഇപ്പം ഇവരൊക്കെ ഇവിടുന്ന് പലരും താരങ്ങളൊക്കെ ഉണ്ടായി പോയിട്ടുണ്ട്. മെസ്സി വരുന്നു എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. അതെ, നല്ല ഒരു ന്യൂസാണ് നമുക്കിപ്പോൾ ലേറ്റ് ആയിട്ടാണെങ്കിലും കിട്ടിയിട്ടുള്ളത്. നവംബറിൽ വരുമെന്നാണ് അറിയാൻ സാധിച്ചത്. നല്ലൊരു ന്യൂസ് തന്നെയാണ്. എസ്പെഷ്യലി കേരളത്തിലെ ഫുട്ബോൾ കളിക്കാർക്കും ഫുട്ബോൾ പ്രേമികൾക്കും സന്തോഷകരമായ വാർത്ത തന്നെയാണ്. നമ്മളൊക്കെ ആഗ്രഹം അത് തന്നെയാണ്. കാരണം മെസ്സി വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സ്, അതുപോലെ അത് ചെലുത്തുന്ന ഇൻഫ്ലുവൻസസ് ഒക്കെ കേരള ഫുട്ബോളിനും ഇന്ത്യൻ ഫുട്ബോളിനും ഒരുപാട് നല്ല കാര്യങ്ങൾ ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ. മെസ്സി ഫാനാണോ? ആണോ? മെസ്സി ഫാനാണോ? ആണ്. മെസ്സി വരാൻ പോവാ കേരളത്തിലേക്ക്. അറിഞ്ഞിണ്ടാ? ഉണ്ട്. തിരുവനന്തപുരത്ത് പോവോ? ഓ, കഴിയാണെങ്കിൽ പോവും. ഏറ്റവും ഇഷ്ടപ്പെട്ട താരം മെസ്സി തന്നെയാണോ? ക്രിസ്ത്യാനോ റൊണാൾഡോ. അടിപൊളി. ക്രിസ്ത്യാനോ റൊണാൾഡോ കൂടി കേട്ടോ. ഞാൻ അദ്ദേഹത്തെ കൂടി കൊണ്ടുവരണം പറയും. മെസ്സിയാണ് ഇപ്പൊ തൽക്കാലം വരുന്നത്. ആണല്ലേ? എല്ലാവരും ഹാപ്പിയാണോ? ഇപ്പം മെസ്സിയെ പോലെ തന്നെ മറ്റു താരങ്ങളൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവും. എങ്കിൽ പോലും നമ്മുടെ കേരളത്തിലെ കാലുകുത്താൻ പോണേ ഇപ്പൊ തൽക്കാലം മെസ്സിയാണ്. അതിനെപ്പറ്റി നല്ല അഭിപ്രായമാണ്. മെസ്സി വന്നു കഴിഞ്ഞാൽ കുറെ ഡെവലപ്മെന്റ്സ് ഉണ്ടാവും. അപ്പൊ അതിനെപ്പറ്റി മെസ്സി വന്നാൽ കുറെ ഡെവലപ്മെന്റ്സ് ഉണ്ടാവും. എന്തായാലും ആ ഒരു ആവേശത്തിലേക്ക് ഇവരെല്ലാവരും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കളിക്കാനുള്ള ഊർജ്ജവും കൂടി കുറച്ചുകൂടി കൂടും. ആ ഊർജ്ജം കൂടൂലേ? പക്ഷേ കൂടും. എല്ലാവരും നല്ലൊരു ഹാപ്പിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം TV-യിൽ മാത്രമാണ് ഇങ്ങനത്തെ ലോകോത്തര പ്ലേയേഴ്സിനെ കണ്ടത്. ഒന്ന് നേരിട്ട് കാണാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്ന നമ്മുടെ അസോസിയേഷനും എല്ലാവർക്കും വളരെയധികം താങ്ക്സ്. ഇവരെ കൊണ്ടുപോകല്ലോ തിരുവനന്തപുരം? കൊണ്ടുപോകും. നമ്മൾ മാക്സിമം കുട്ടികളെ കൊണ്ടുപോകാനുള്ള മാഷ് ഉറപ്പ് വന്നിട്ടുണ്ടോ? കൊണ്ടുപോകുന്ന പറഞ്ഞിരിക്കുന്നത്.
ഓക്കെ, എന്തായാലും ആ തരത്തിൽ ഇപ്പോൾ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ ഒരു അവരെ കൊണ്ട് വാമോസ് അർജന്റീനയെ കൂടെ വിളിപ്പിച്ചിട്ട് നമുക്ക് പോകാം. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണെങ്കിലും വാമോസ് അർജന്റീനയെ വിളിക്കുന്നത് കുഴപ്പമില്ലെന്ന് പറഞ്ഞേ കിട്ടാ. അപ്പൊ ഒരു വാമോസ് അർജന്റീന പറയാലോ. ഓക്കെ, റെഡി, 1 2 3. റൈറ്റ്. എന്തായാലും വാമോസ് അർജന്റീന വിളിക്കുമ്പോഴേ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇഷ്ടപ്പെട്ട അയാളുടെ മനസ്സൊന്ന് പിടഞ്ഞിട്ടുണ്ടാവും അല്ലേ?